ചെയ്യുകയായിരിക്കും. വയനാട്ടിൽ മഴ വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. കാരണം കാലാവസ്ഥ ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കർമ്മേഘങ്ങളൊക്കെ ഉരുണ്ട് മൂടി വലിയ എന്തൊരു അപകടം സംഭവിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു കാലാവസ്ഥ ചേഞ്ചാണ്, വ്യതിയാനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിഷു ആകുമ്പം എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യാത്രക്ക് ഇറങ്ങിയ ആളുകളുണ്ടാവും, ടൂർ പോകാൻ വേണ്ടി ഇറങ്ങിയ ആളുകളുണ്ടാവും. അപ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇടിമിന്നലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാവരും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഏവരെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? നമ്മുടെ സകലതും എന്ന പേജിലൂടെ ഒരുപാട് അംഗീകാരങ്ങൾ, പ്രോത്സാഹനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കലാകാരന്മാരെ നമ്മുടെ പേജിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുവാനും അവരുടെ കഴിവുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഇതുവരെ ലഭിച്ചിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ യൂട്യൂബ് ചാനൽ എല്ലാം സകലതും എന്നൊരു പേരിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ പിന്തുണ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ ലഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ എന്നെയും എൻ്റെ പേജിനെയും ചാനലിനെയും ഒക്കെ അർഹരാക്കിയിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം അതിലൊരു ഇൻഫർമേഷൻ മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ലൈവിൽ വന്നിരിക്കുന്നത്. ഏതായാലും മഴ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ലൈവ്, മഴ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ലൈവ് ഞാൻ ഇട്ടുതരാം. ശക്തമായിട്ടുള്ള പൊടിക്കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അന്തരീക്ഷമൊക്കെ വളരെ മാറിയിരിക്കുകയാണ്. എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു കാലാവസ്ഥ ചേഞ്ചാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മരങ്ങളൊക്കെ കൂട്ടത്തോടെ പൊട്ടി വീഴുന്നത് നമുക്ക് ഇവിടെ നിന്ന് അകലെ നിന്ന് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തൊരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൽ മരങ്ങൾ ഒന്നിച്ച് പൊട്ടി കടപുഴകി പുകുന്ന ശബ്ദമൊക്കെ നമുക്ക് ഇങ്ങോട്ട് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ, പ്രത്യേകിച്ച് ബൈക്കിലും ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തെങ്ങിന്റെ ചുവട്ടിലൊക്കെ വാഹനം നിർത്തിയിട്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മളവിടെ മഴ ആവുന്നത് കാരണം കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കണ്ടില്ലേ വലിയ രീതിയിലുള്ള കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാറ്റിൽ തന്നെ എത്രത്തോളം തേങ്ങ പടലടക്കം താഴോട്ടേക്ക് വീഴുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക്, നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു കാറ്റിൽ തന്നെ തേങ്ങ കുലകളാടുന്നു എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഒരു ചെറിയ കാറ്റിൽ തന്നെ ഒരു തെങ്ങിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും വാഹനങ്ങളും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപകടം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ തെങ്ങിൽ നിന്ന് വീണ പട്ടയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള കാറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ, എന്താണ് കാലാവസ്ഥ എന്നുള്ളതൊക്കെ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തായാലും നമ്മൾ ലൈവ് തന്നെയുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും കൂടുതലില്ലാതിരിക്കട്ടെ. എന്തെങ്കിലും അപായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നതും ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. നല്ലൊരു അടിപൊളി മഴ വന്നിരുന്നു. പെയ്യാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു. പക്ഷെ ശക്തമായിട്ടുള്ള കാറ്റ് ആ മഴയെ
കൊണ്ടുപോയതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എൻ്റെ ഗ്രാമത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു പ്രദേശങ്ങളിലെ, മറ്റു ജില്ലകളിലെ, മറ്റു സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. എല്ലാ സ്റ്റേറ്റിലും ജില്ലകളിലൊക്കെയുള്ള ആളുകൾ നമുക്കിവിടെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥ എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയുവാനും മറ്റുള്ളവർക്ക് മുന്നൊരുക്കങ്ങൾ നടത്തുവാനും കെയർഫുൾ ആയിട്ട് ഇരിക്കാനും ശ്രദ്ധിക്കുവാനൊക്കെ സാധിക്കും. എല്ലാവരും അപകടങ്ങൾ വരുന്നത് പരമാവധി ഒഴിവാക്കുക, ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിഷുവാണ്. നമ്മളൊക്കെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീട്ടിലേക്കൊക്കെ യാത്ര തിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നെറ്റ്വർക്ക് പ്രശ്നങ്ങളുണ്ട്, ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ക്ലാരിറ്റി കുറവായിരിക്കാം. പിന്നെ കാലാവസ്ഥ ഇരുണ്ട് മൂടി കിടക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു നേർന്നുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ ഒരു ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മഴ ശക്തമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇടിമിന്നലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈവ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.